ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടിരുന്നു. പ്രധാനമായും പരിക്കുകളാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി നൽകിയത്. ടീമിന്റെ പ്രധാന സ്ട്രൈക്കറായ ദിമിത്രിയോസ്, പ്രതിരോധ താരമായ മാർക്കോ ലെസ്കോവിച്ച് എന്നിവരില്ലാതെ ആദ്യ മത്സരത്തിൽ ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പരിക്കുകളും വിലക്കുകളും അതിൽ ഉൾപ്പെടുന്നു. മുംബൈ സിറ്റിക്കെതിരായ മത്സരത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി മാറിയത്. ആ മത്സരത്തിൽ ഐബാൻ, ജിക്സൺ സിംഗ് എന്നിവരെ ബ്ലാസ്റ്റേഴ്സിന് പരിക്ക് കാരണം നഷ്ടമായി. അതിനു പിന്നാലെ മത്സരത്തിൽ പരിധി വിട്ട് പെരുമാറിയതിനെ തുടർന്ന് ടീമിന്റെ പ്രതിരോധ താരങ്ങളായ മിലോസ്, പ്രബീർദാസ് എന്നിവർക്ക് 3 മത്സരങ്ങളിൽ വിലക്കും ലഭിച്ചു. എന്നാൽ ഈ തിരിച്ചടികളുടെ ഇടയിലും ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെ തുടരുകയാണ്. ISL 10ാം സീസൺ തുടങ്ങി 6 ആഴ്ചകൾ മത്സരങ്ങൾ നടന്നിട്ടും ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഫുൾ സ്ക്വാഡിൽ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. മുംബൈ സിറ്റിക്കെതിരെ നടന്ന മത്സരത്തിന് ശേഷം 3 ടീമുകൾക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. അതിൽ ഒരെണ്ണം എവേ മത്സരമായിരുന്നു. എവേ മത്സരമടക്കം 3ൽ 2 എണ്ണത്തിൽ വിജയം നേടിയ ബ്ലാസ്റ്റേഴ്സ് ഒരെണ്ണത്തിൽ സമനില വഴങ്ങി. നോർത്ത് ഈസ്റ്റിനെതിരെ ശക്തമായി പൊരുതി തന്നെയാണ് ടീമിന് സമനില വഴങ്ങേണ്ടി വന്നത്. മറ്റു ടീമുകളെല്ലാം 1ഉം 2ഉം വിദേശ സെന്റർ ബാക്കുകളെ വെച്ച് കളിക്കുമ്പോഴാണ് ഒരു വിദേശ സെന്റർ ബാക്ക് പോലും ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തുടരുന്നത്. അതിനു പുറമെ പരിക്കേറ്റ് പുറത്തായ താരങ്ങൾക്ക് പകരമെത്തിയ കളിക്കാരും മികച്ച പ്രകടനമാണ് ടീമിനായി നടത്തുന്നത്. അതിൽ തന്നെ നവോച്ച സിംഗ്, സന്ദീപ് സിംഗ്, വിപിൻ മോഹനൻ എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ബെഞ്ചിലടക്കം ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങളുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാക്കുകയാണ്. പൂർണ്ണമായും ഇന്ത്യൻ ഡിഫൻസിനെ വെച്ചും തങ്ങൾക്ക് വിജയം തുടരാൻ സാധിക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചുണക്കുട്ടികൾ കാണിച്ചു തന്നു. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ടത് ഹൈദരാബാദ് FCയെയാണ്. ഒരിക്കൽ ബ്ലാസ്റ്റേഴ്സിനെ കീഴടക്കി ISL കിരീടം സ്വന്തമാക്കിയ ടീമാണെങ്കിലും ഈ സീസണിൽ ഹൈദരാബാദ് അത്ര മികച്ച ഫോമിലല്ല. അതിനാൽ കഴിഞ്ഞ മത്സരത്തിൽ ചുവപ്പുകാർഡ് കണ്ട ദിമിത്രിയോസിന്റെ അഭാവം ബ്ലാസ്റ്റേഴ്സിനെ അത്ര തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കൂടാതെ 3 മത്സരങ്ങളിലെ വിലക്ക് കഴിഞ്ഞ് പ്രബീർദാസും മിലോസും ടീമിലേക്ക് തിരിച്ചു വരുന്നതും ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ കരുത്തേകും. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.